ഇത് വളരെ സ്വകാര്യമായിട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇല്ല. ആരും അറിഞ്ഞിട്ടില്ല, ഇനി ആരും അറിയാനും പോകുന്നില്ല. ഇൻസ്റ്റഗ്രാം മൊത്തത്തിൽ ഇപ്പോ ഇതന്നെ, ബീറ് വേണമാ, ബ്രാൻഡി വേണമാ. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ഫാമിലി ആയിട്ടോ? ഫാമിലി പാക്ക് എടുക്കാറുണ്ട്. ആ ഒരു പാക്കേജിന്റെ റേറ്റ് എങ്ങനെയാ? കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50. 25 to 50. ശമ്പളം കുറവായിരിക്കും, പക്ഷെ സന്തോഷം കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കാറ്. ഇത് സന്തോഷം കുറവാണല്ലോ കണ്ടിട്ട്, ശമ്പളം കൂടുതലാണല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കഥകൾ കെട്ടുകഥകളാണെന്ന് പറയുന്നുണ്ട്. അതിനിടയിലൂടെ ഫേസ് റിവീൽ ആയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. കുറച്ച് സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ടും കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ. പക്ഷെ അണ്ണ ടാറ്റു മറയ്ക്കാൻ മറന്നുപോയി. ടാറ്റു ആണ് ഇവിടെ പ്രശ്നമായത്. ടാറ്റു മറച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഈ വീഡിയോ കണ്ടതിൽ, ഈ ഒരു സംഭവം അറിഞ്ഞതിൽ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇദ്ദേഹത്തിന്റെ ഫേസ് കാണാൻ ബാക്കിയുള്ളൂ. ഇതേ സെയിം ടാറ്റു, സെയിം ബോഡിയിൽ ഒരാളുടെ ഫോട്ടോ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും കറങ്ങുന്നുണ്ട്. എല്ലാം മറച്ചു, പക്ഷേ ടാറ്റു മറയ്ക്കാൻ മറന്നുപോയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം? അതായത് ഇതൊരു ലൈഫിൻ്റെ ഭാഗമായിട്ട് ഒരു ചോയ്സ് ആയിരുന്നു, അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചതാണോ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക്? എന്താ പറയുക? ഇല്ല, എൻ്റെ ഒരു ലൈഫിൻ്റെ സാഹചര്യം, സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പിന്നീട് ഇതിനെ ചൂസ് ചെയ്തതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ ചൂസ് ചെയ്തില്ല. കുറേ ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പം ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് എനിക്ക് എൻ്റെ ലൈഫ്, അതിൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനിത് ചൂസ് ചെയ്തതാണ്. ഇപ്പം നമ്മളൊരു, അതായത് പച്ചക്ക് പറഞ്ഞാൽ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അല്ലേ, അങ്ങനെ പറയാൻ വരട്ടെ. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. പിന്നെ ഇവിടെ ജോലിയില്ല, കൂലിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളികൾ, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ അറിവിൽ ഒരുപാട് ജോലികളുണ്ട്. സത്യത്തിൽ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ജോലി ചെയ്യാൻ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. അപ്പം പലരും പറഞ്ഞു നടക്കുന്ന ജോലിയില്ല എന്നുള്ള കാര്യം ഒരു സൈഡിൽ മാറ്റി വെക്കുക. ജോലിയില്ല സത്യത്തിൽ, അതായത് ഒരുപാട് പഠിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള സാലറിയിൽ ജോലിയില്ല എന്നാണ്. അല്ലാതെ ആർക്കും ജോലി ഇല്ല എന്നല്ല. ഇവിടെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് എത്തിച്ചതാണ് എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിപ്പില്ല. ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. ഈ തണ്ടും തടിയൊക്കെ വെച്ചിട്ട് പല പണികളും എടുത്ത് ജീവിക്കാൻ പറ്റും. ബാക്കി ഞാൻ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അടുത്തുള്ള 1-2 പേര് അറിയുന്നവരുണ്ടായിരുന്നു. നിനക്കാരെ ഇവിടെ വീട് തന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. പിന്നീട് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ നാട്ടിലല്ല, പുറത്ത് ഒരു സ്ഥലത്താണ്. ഇപ്പൊ എന്തൊക്കെ ഒരു വശപ്പിശകുകളൊക്കെ ഉണ്ടല്ലോ. ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കണക്ട് ആവുന്നില്ല. ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ഇതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റ് ഉണ്ട്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, ഇത് ഇങ്ങനെ ഈ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കണ്ടിട്ട് എനിക്കും തോന്നി. കാരണം പല സാധനങ്ങളും തള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടപ്പോൾ വേറെ പല ഓപ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ മതി എന്നുള്ള തീരുമാനിക്കാനുള്ള പിന്നിലുള്ള? ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയണം. എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. ഐ ആം ഓൾസോ. ഞാനും ക്വാളിഫൈഡ് അല്ല. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ഇന്ത്യയിൽ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളുണ്ട്. അത് വിചാരിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇവിടെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് പ്രചോദനമായി മാറിയിട്ടുണ്ട് ഈ സാധനം. കാരണം അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. പല ആളുകൾക്കും ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ആരും ഇത് അനുകരിക്കരുത് എന്ന് പറഞ്ഞ് ചെയ്യുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ അനുകരിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കണം. ശരിക്കും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇങ്ങനൊരു ഇൻ്റർവ്യൂ വേണ്ടിയില്ലായിരുന്നു, ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ഇത് കാരണം പല സാധനങ്ങളും കണക്റ്റഡ് ആവുന്നില്ല. ഇവിടെ സാഹചര്യം കൊണ്ട് ചെയ്തതാണ്, ക്വാളിഫൈഡ് അല്ലാത്തത് കൊണ്ട് ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. ഇറ്റ്സ് ഓക്കെ. പൈസ കിട്ടും, അതാണാവട്ടെ പെണ്ണാവട്ടെ, ക്യാഷ് കിട്ടും, നല്ല ജിമ്മൊക്കെ ഉള്ള നല്ല പവറുള്ള ബോഡിയല്ലേ, യമഹയുടെ എഞ്ചിനായിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവും. ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. ഓക്കെ.
അത് മതി. ഇത് ചെയ്യരുത്, ഇവിടെ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നില്ല. ഓക്കെ, പിന്നെ ഇത് കാണുമ്പോൾ ആളുകൾ നേരെ ചാടി കയറിയിട്ട് ചിന്തിക്കുന്നത് ഇതാണ്, നമുക്കും പോവാലോ, ഒരു പ്രശ്നവും ഇല്ലാത്ത എൻജിൻ നമ്മളെടുത്തുകൊണ്ട് നമുക്കും പോവാലോ, അങ്ങനെ ചിന്തിക്കും. അത് മുഖാന്തരം പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇഷ്ടമാണ്, ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്ന് വളച്ചൊടിച്ച് പറയുമ്പോൾ അതൊരു പ്രശ്നമായി മാറും. എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറേ പേര് അതാണ് റീസൺ. ഓക്കെ, നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഇത് ഡേറ്റിംഗ് ആപ്പിന്റെ സ്ട്രാറ്റജി അല്ലേ? ഇത് ഐ തിങ്ക് ഈ ഡേറ്റിംഗ് ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലാസ്റ്റ് ഈ സ്വന്തം വില മനസ്സിലാക്കിയ, സ്വന്തം പവർ മനസ്സിലാക്കിയ ഇദ്ദേഹം ക്യാഷ് അങ്ങോട്ട് ചോദിക്കൽ തുടങ്ങി. അങ്ങനെ സംഭവിച്ചതായിരിക്കാം. കാരണം അതിനും ചോദിക്കാൻ മാത്രമുള്ളതുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും, അതിനനുസരിച്ചുള്ള ബോഡി ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഡേറ്റിംഗ് ആപ്പിൻ്റെ സംഭവമാണ് ഇപ്പം പറഞ്ഞത്. എന്തോ ബാക്കി സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് കളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഭയങ്കര, ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ സിനിമാ നടിമാര് കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ക്യാമറമാനെയും അസിസ്റ്റൻസിനെയൊക്കെ കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കുമോ? ചാൻസ് ഉണ്ട്. ആരാ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? എങ്ങനെയാണ്? എന്താ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ? തുടക്കത്തിൽ എനിക്ക് റേറ്റ് ഒന്നും പറയാൻ അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു, എൻ്റെ കഴിവ് മനസ്സിലാക്കി. അങ്ങനെ എല്ലാവരും അങ്ങനെയല്ലേ വരിക. എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്. അതിന് മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50. 25 to 50? ഇവിടെ പെണ്ണുങ്ങൾക്കില്ലല്ലോ അത്രയും റേറ്റ്. ഇത് ഇവിടെ തള്ളി മറച്ചിടുന്നയാ. 50,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലൊരു 10-20 എണ്ണം. അപ്പോൾ ഒരു 10 എണ്ണം 5 ലക്ഷം, 10 ലക്ഷം. ശമ്പളം കുറവായിരിക്കും, പക്ഷെ സന്തോഷം കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കാറ്. ഇത് സന്തോഷം കുറവാണല്ലോ കണ്ടിട്ട്, ശമ്പളം കൂടുതലാണല്ലോ. 50,000 രൂപയോ? അല്ല, പൈസ ഉള്ളവരെ ഇതിന് നിൽക്കുള്ളൂ. ഒന്നാമത്തത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ. അപ്പം ഈ നല്ല പോലെ വാരിക്കോരി കൊടുക്കും. 50,000 രൂപേൻ്റെ ഒരു 5 വരെ കിട്ടിയാൽ പോരെ ഒരു മാസം? ഇവിടെ ശരിക്കും പറയാണോ അത് തള്ളി മറിക്കുകയാണോ? ഇനി 15,000 രൂപ വെച്ച് കൂട്ടി വെക്കുക നമുക്ക്. 15 to 25, 25 to 50 അല്ലേ പറഞ്ഞത്? 15 കൂട്ടി വെക്കുക. ഒരു 10-1.5 ലക്ഷം രൂപ. ഒരു 20 ഉണ്ടാവില്ലേ? 20 പ്രാവശ്യമെങ്കിലും ഉണ്ടാവും. എടാ ഒരു ദിവസം 2-3 റൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു റൗണ്ട് കൂട്ടുക. 20, 15, 30, 3 ലക്ഷം രൂപ. എന്നാലും കൂടുതലാണല്ലോ അത്. നോക്കട്ടെ ബാക്കി. മാനസികമായിട്ടും ഞാൻ പറയുന്ന പോലെ അതല്ലാതെയും നിങ്ങൾ കുറേയധികം മെഡിസിൻസും സേഫ്റ്റിയും ഒക്കെ നോക്കണ്ടേ? എന്തൊക്കെയാ അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ്? അത്തരം മന്ത്ലി വൺസ് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പക്ക നോർമൽ പരിപാടി തന്നെ. കാർഡ് ഉണ്ടോ? മറ്റൊരു കാർഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നേ 3 മാസം കൂടുമ്പോൾ, 5 മാസം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാർഡില്ലേ,
അതുണ്ടോ? ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ചോദിക്കും, സെലിബ്രിറ്റി ചോദിക്കും റീസെൻറ്റ് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വേണം എന്ന് ചോദിക്കും. റീസെൻ്റായിട്ട് ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് അവർ പറയും ഇതിൻ്റെ HIV, VDRL, SCD, ഇതിൻ്റെ STD ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് ചോദിക്കും അവർ. അപ്പോൾ റീസെൻ്റ് റിപ്പോർട്ട് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു കണക്ഷൻ ഇല്ലാന്ന്. നേരത്തെ പറഞ്ഞ് ഫേസ്ബുക്ക് പോലെ വേറെ ഏതൊക്കെയോ ബീപ്പിട്ട അവിടെ വേറെ ഏതൊക്കെയോ പ്ലാറ്റ്ഫോമുമായി കണക്ട് ചെയ്തിട്ട് ആദ്യം നല്ലപോലെ സംസാരിച്ച് പിന്നെ മീറ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണെന്ന്. അങ്ങനെ പോകുമ്പോൾ ആരുടെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് പിന്നെ പേപ്പറും ഇതൊക്കെ ചോദിക്കുന്നേ? ഇവിടെ പല സാധനങ്ങളും കണക്റ്റ് ആകുന്നില്ല. വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഈ ഫാമിലിയിലേക്ക് ഇത് എങ്ങനെയാണ് റിവീൽ ചെയ്തിട്ടുണ്ടോ ഇത്, അല്ലെങ്കിൽ ഇത് വളരെ സ്വകാര്യമായിട്ട് കൊണ്ടുപോകണം? ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ആരും അറിഞ്ഞിട്ടില്ല, ഇനി ആരും അറിയാനും പോകുന്നില്ല. ഇൻസ്റ്റഗ്രാമും മൊത്തത്തിൽ ഇപ്പോ ഇതന്നെ, ബീറ് വേണമാ, ബ്രാൻഡി വേണമാ, ഇതൊക്കെയാ. മലയാളികളാണ് എന്തെങ്കിലും ആക്കി കുത്തി തുരന്ന് പുറത്തേ അടിപ്പിക്കും. ഫാമിലി അറിയാൻ ചാൻസ് ഇല്ല. ഫാമിലി ചിലപ്പം ഇവിടെ ആയിരിക്കില്ല, കേരളത്തിലായിരിക്കില്ല. അതാണ് ചിലപ്പോഴേക്ക് നമുക്ക് വളരെ മോശം ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇമോഷണലി ഒട്ടും ഓക്കെ അല്ലാത്ത, ഒട്ടും ഒന്നിനും വയ്യാത്ത ചിലപ്പോൾ അത്തരം ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ കമ്മിറ്റ്മെന്റ്സ് നമുക്ക്. അത്തരം ഇമോഷണൽ ഡേയ്സിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒട്ടും മെന്റലി ഓക്കെ അല്ലെങ്കിലും പോയി ഇല്ല, അതായത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ അത് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാവും ചില പ്രത്യേക സമയങ്ങളിൽ. അപ്പം ആ സമയത്ത് വർക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നൊന്നല്ല കേട്ടോ, ഇനി അങ്ങനെ പറയുന്ന പോലെ ഉണ്ടെന്നൊന്നും പറഞ്ഞു വരരുത് പ്ലീസ്. നോക്കാം, ബാക്കി നോക്കാം. അപ്പം ഞാൻ അവരുടെ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, നിങ്ങളെ അറിയാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ. പോടാ, എങ്ങനെയാ അപ്പോൾ ഫോൺ വീഡിയോ കണ്ടിട്ടാ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു കമ്പനിക്ക് ഞാൻ മോഡലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്നറുടെ തിരുപ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മോഡലിംഗ് ജട്ടി പരസ്യത്തിലൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ. മറ്റേ ആ കടൽ തീരത്തുനിന്ന് ചോപ്പ് കളറുള്ള ചട്ടീൻ്റെ പരസ്യല്ലേ? എനിക്ക് തോന്നി. ബാക്കി കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഒന്നുമില്ലായിരുന്നു, കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിനെയൊക്കെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നാലും ഓക്കെ, അവരെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ ഈ പുള്ളിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് മേടിച്ച് പൊട്ടിപ്പോയി അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ മലയാളികളിൽ, കേരളത്തിൽ മലയാളികളിൽ ഒരു 50-60% ആളുകൾക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ വാങ്ങിച്ച ക്യാഷ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഫോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളത് ആക്ച്വലി നിങ്ങൾക്ക് ആ പ്ലഷർ കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ വീഡിയോയിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഭയങ്കര പ്ലഷർ കിട്ടുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്ത് അഭിനയിക്കുക മാത്രമാണോ ചെയ്യുക? ചില സമയത്ത് ഞങ്ങൾ അഭിനയിക്കും, ചില സമയത്ത് സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ഇപ്പോൾ ഇത് ആരെയും കമ്പൽ ചെയ്തിട്ട് ചെയ്യുന്നതല്ലല്ലോ, എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അത് ചില സമയത്ത് ഫീൽ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് ഒരു സ്ക്രിപ്റ്റ് പോലെ പ്ലാൻ ചെയ്ത് തരും, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറയും. അപ്പോൾ അവിടെ ഞങ്ങൾ ആക്ടിങ് ചെയ്യേണ്ടി വരും. ആ സ്ക്രിപ്റ്റ് ഒന്ന് കാണാൻ എന്താ വഴി? സ്ക്രിപ്റ്റ് ഇത്രയും മാർക്കറ്റുള്ള ഒരാളുടെ സ്ക്രിപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണ്ടേ? നെക്സ്റ്റ് ബാക്കി. ഫോണിൽ അഭിനയിക്കുന്ന സമയത്തുള്ള ഒരു പേയ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ റെമ്യൂണറേഷൻ എങ്ങനെയാണ്? അത് ചില കമ്പനിക്കാർ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇത്ര തരും എന്ന് പറയും. വീഡിയോസ് തരില്ല, നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ മാത്രം തരും, വീഡിയോ അവർ തരില്ല. പിന്നെ ചിലർ എന്നിട്ട് പേയ്മെന്റ് തരില്ല, വീഡിയോസ് തരും. ഈ വീഡിയോ എന്നിട്ട് കുറേ വെബ്സൈറ്റിലേക്ക് ഞങ്ങൾ ഇട്ട് അതിൽ വരുന്ന പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരേക്കും. വളരെ വളരെ കുറവാണ്. 9,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഉള്ളൂ അഭിനയിക്കുമ്പോൾ. അപ്പം മറ്റേത് വേറെ ഉണ്ടല്ലോ. എൻ്റെ അറിവിൽ കേരളത്തിൽ കുറേ പേരുണ്ട്, പക്ഷേ ആരും മുഖം കാണിക്കാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്, കേരളത്തിലൊക്കെ സ്റ്റാർട്ടിംഗ് വരുമ്പോൾ മുഖം കാണിച്ച് അഭിനയിച്ചത് ഫസ്റ്റ് ഞാനെന്നാണ് എൻ്റെ അഭിപ്രായം. മുഖം കാണിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പുള്ളി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിവിടെ എന്തായാലും ഇന്റർനെറ്റിൽ ഉണ്ടാവുമല്ലോ. നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ കാണാനും നമ്മളെ തിരിച്ചറിയാനും നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളത്. നമ്മൾ മുന്നേ നമ്മളെ കൂടെ പഠിച്ചിരുന്നവരോ നമ്മൾ അറിഞ്ഞവരോ എപ്പോഴെങ്കിലും കണ്ടിട്ട് മെസ്സേജ് അയക്കുകയോ ഫോൺ ചെയ്യുകയോ. ഇവന്റെ കാര്യം ഇന്റർവ്യൂ ചെയ്യുന്നതുണ്ടല്ലോ,
ഒരു സാധനം തിരിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കളിക്കുക. ഇതൊക്കെ കുറേ ചോദിച്ചാ ഇപ്പം തന്നെ ആളുകൾ കാണൂലേ, അറിയുന്നവർ കാണൂലേ എന്നൊക്കെ. യൂഷ്വലി ഏത് ഏജിൽ നിന്നാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാർ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. പിന്നെ ഒരു 20-25 40 മുകളിൽ ഹസ്ബൻഡിന് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അവര് പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചിലയിടത്ത് പറയും വൈഫിന് ഇങ്ങനെ പറ്റുന്നില്ല, എനിക്കും. അതുണ്ടോ? വൈഫിന് പറ്റുന്നില്ല. ശരിക്കും നടിമാരാണോ അന്നി നടന്മാരാണോ വിളിക്കാറ്? പറഞ്ഞ് മാറിപ്പോയതാണ്. ഭർത്താവിന് പറ്റാത്ത ഓക്കെ, ഭാര്യക്ക് പറ്റാത്തവര് വിളിക്കുന്നു പറയുന്നതിന്റെ അർത്ഥം ഇനി എനിക്ക് തെറ്റ് പറ്റിയോ എന്നറിയോട്ടെ ചോദിക്കും. ചിലയിടത്ത് പറയും വൈഫിന് ഇങ്ങനെ പറ്റുന്നില്ല, എനിക്കും ഇല്ല, എൻ്റെ കൂടി വരാമോ? കേട്ടോ വൈഫിന് പറ്റുന്നില്ല. എടാ ഇതാ തന്നെ. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ഫാമിലി ആയിട്ടോ? ടൈറ്റിൽ തന്നെ ഫാമിലി ആയിട്ട് സർവീസിന് വിളിക്കുന്നവരുണ്ട്. അതന്നെയാണ്, ഫാമിലി പാക്ക് എടുക്കാറുണ്ട്. ആ ഒരു പാക്കേജിന്റെ റേറ്റ് എങ്ങനെയാ? ഫാമിലീസ് ആണ് കൂടുതൽ വിളിക്കാറെന്നോ? ചിലപ്പം മോഡലാണ് എന്നല്ലേ പറഞ്ഞ് എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടാവും എവിടെന്നെങ്കിലും. ബാക്കി ദിവസങ്ങളിൽ എന്താ ചെയ്യുക? ട്രെയിനറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ചിലപ്പോൾ അത് ചെയ്തു, അത് നോക്കും അങ്ങനെ. ഓക്കെ. കേരളത്തിൽ തന്നെ? കേരളത്തിൽ തന്നെ. കേരളത്തിൽ തന്നെ ജിമ്മിൽ ട്രെയിനറായിട്ട് പോവുകയാണെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാണ്ടാണല്ലോ. ജിമ്മിൽ ഇനി പേഴ്സണൽ ട്രെയിനറാണ് ഏതെങ്കിലും, അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ഇല്ല. ഒരു മാസം ഏകദേശം എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 2 lakhs വരെ കിട്ടും. യൂട്യൂബ് തന്നെ എത്രയോ ബെറ്റർ. 2 ലക്ഷം രൂപയാണ്. ഇത് ഒരു 10 ലക്ഷം രൂപയൊക്കെ മിനിമം കിട്ടണം, നല്ല കാര്യമുള്ളൂ. കാരണം പെട്ടെന്ന് എക്സ്പയർ ആകുന്നൊരു ജോലിയായത്. ഞാൻ ഒരിക്കലും ഇത് കാണുന്ന ആൾക്കാർ ഇത് മാതൃകയാക്കണമെന്നോ ഇത് ഇൻഫ്ലുവൻസ് ആവണമെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല, ഒരിക്കലും ആവില്ല. കുറെ കമന്റ് നോക്കിയ ഇത് കണ്ടോ, ഭഗവാനെ എനിക്ക് ഇതുപോലൊരു ജോലി സെറ്റ് ചെയ്ത് തരണേ, ഫുഡ് മാത്രം തന്നാ മതിയെന്ന് കുറെ ആളുകൾ അന്വേഷിക്കുവനി, ഒരുപാട് ആളുകൾ. കാരണം 1 മില്യൺ വ്യൂ ആവാനായി ഒരുപാട് ഈ മില്യൺ കണക്കിന് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങിയിട്ടുണ്ട്. ഇത് കാണാത്ത കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതുണ്ട്, ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞത്. ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല, ആവാതിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.